നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം നാട്ടകം കണ്ണാടിക്കടവിൽ 2 കടകളിൽ മോഷണം. കടയ്ക്കുള്ളിൽ കയറിയ മോഷ്ടാവ് പണവും സാധനങ്ങളും അടക്കം കവർന്നു. ഞായറാഴ്ച സ്ഥാപനങ്ങൾ അവധിയായിരുന്നു. അതുകൊണ്ട് വളരെ വൈകിയായിരുന്നു മോഷണ വിവരം നാട്ടുകാർ അറിഞ്ഞത്. നാട്ടകം വില്ലേജ് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന പരുത്തുംപാറ സ്വദേശി ജിനുവിന്റെ ഉടമസ്ഥതയിലുള്ള കടയിലായിരുന്നു മോഷണം. ഇവിടെ നിന്ന് 3000-ഓളം രൂപയാണ് നഷ്ടമായത്. ഇതിന് സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്ന AR ഹോം കെയറിലും മോഷണം നടന്നു. ഇവിടെ നിന്നും പണം നഷ്ടമായിട്ടില്ല. 2 സ്ഥാപനങ്ങൾക്കുള്ളിലും കടന്ന മോഷ്ടാവ് ഫയലുകളും സാധനങ്ങളും വലിച്ചു വാരിയിട്ടി. 2 കടകളുടെയും പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് കടയ്ക്കുള്ളിൽ കയറിയത്. ഞായറാഴ്ച സ്ഥാപനങ്ങൾ അവധിയായതുകൊണ്ടാണ് ആളുകളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടാതിരുന്നത്. സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ട് വഴിയാത്രക്കാരാണ് വിവരം ഈ വേണ്ടപ്പെട്ടവരെ അറിയിച്ചത്. സംഭവം അറിഞ്ഞ് ചിങ്ങവനം പോലീസ് സംഘം സ്ഥലത്തെത്തി. കടകളിൽ CCTV ഉണ്ടായിരുന്നില്ല എന്നതും വളരെ നിർണായകമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ മോഷ്ടാവാണ് മോഷണം നടത്തിയതെന്ന് സംശയിക്കുന്നു. ഇതിന് സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്ന AR ഹോം കെയറിലും മോഷണം നടന്നു. അവിടെ നിന്ന് പണം നഷ്ടമായിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരം. 2 സ്ഥാപനങ്ങൾക്കുള്ളിലും കടന്ന മോഷ്ടാവ് എല്ലാം വലിച്ചു വാരിയിടുന്ന സാഹചര്യം ഉണ്ടായി. 2 കടകളുടെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങളിലേക്ക്. അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. കണ്ണൂർ തലശ്ശേരി തിരുവങ്ങാട് ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. കവർച്ചയുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ സെക്യൂരിറ്റിയാണ് മോഷണ വിവരം പോലീസിനെ അറിയിച്ചത്. സംഭവത്തിൽ തലശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. മാത്രമല്ല മറ്റൊരു മോഷണ വാർത്ത കൂടി പുറത്തു വരുന്നു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വീണ്ടും ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററികളിലെ വില പിടിച്ചുള്ള സാധനങ്ങൾ മോഷണം പോയി. 5.5 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. 300 ബാറ്ററികളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നത്. 4 വർഷത്തിനിടെയാണ് മോഷണമെന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിൽ കൊടുത്ത പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ജയിൽ വളപ്പിലെ പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടത്തിലായിരുന്നു മോഷണം. സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. എന്നാൽ 3 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിനെ കുറിച്ച് പുറംലോകം അറിഞ്ഞില്ല. അന്വേഷണം തുടരുന്നതായി പൂജപ്പുര പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.